വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ പാചകം. നമ്മളിന്ന് പൊളിക്കാൻ പോവാണ്. മൊത്തം പൊളിയാണെന്ന്. മൊത്തം ഇത്രയും വലിയൊരു ആടിനെ മൊത്തമായിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണം. ബാർബെക്യൂ മട്ടനാണ് നമ്മളെ ഇന്നത്തെ അടിപൊളി വിഭവം. നമുക്കത് എങ്ങനെ തയ്യാറാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം, പിന്നെ കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ടനാടിനെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് ബാർബെക്യൂ ചെയ്യാനുള്ള മുട്ടനാടാണ്. നമ്മുടെ മട്ടനെ നമ്മൾ വാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മസാല ഇട്ട് വയ്ക്കാം. നമുക്ക് ബാർബെക്യൂ ചെയ്യുന്ന മട്ടൻ നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യാം. അതിനാദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്കൊന്ന് മറച്ചു വയ്ക്കാം. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ്. കട്ട തൈര് മാത്രം എടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പാണ്. കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, കസ്തൂരി മേത്തി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചാട്ട് മസാല, ചില്ലി പൗഡർ, ലൈം ജ്യൂസ്, മസ്റ്റാർഡ് ഓയിൽ, നമ്മുടെ മാരിനേഷൻ തയ്യാറായിട്ടുണ്ട്. ഈ വശത്തോടെ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം.
അപ്പോൾ നമ്മുടെ മാരിനേഷൻ ഏകദേശം പൂർത്തിയായി. ഇനി നമുക്കിത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാർബിക്യൂ ചെയ്യാം. നമ്മൾ ഇന്നലെ മസാല ഇട്ട് വെച്ച നമ്മുടെ മട്ടൻ
നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ചൂടൊക്കെ നല്ല തീയൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങി. കുറച്ച് അധികം നേരം എടുക്കും, എന്നാലേ അത് റെഡി ആവുള്ളൂ. നമുക്ക് ആടിനെ ഒന്ന് താഴ്ത്തി മറച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് കെട്ടിയിരുന്നത് താഴ്ത്തേക്ക് ഊർത്തി വെച്ചിട്ട് നേരെ ഫയറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. സമയമെടുക്കും. നമ്മുടെ മട്ടൻ നമ്മൾ ഒന്നുകൂടെ തിരിച്ചിട്ടു. അതിൻ്റെ ഒരു സൈഡായി നമ്മളതിൻ്റെ മറ്റേ ഭാഗം കൂടി തിരിച്ച് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ 10-17 കിലോ ഉള്ള മട്ടനായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി നേരം നമുക്കെടുക്കും. കാരണം നന്നായിട്ടൊന്ന് കുക്കാവാൻ നേരം എടുക്കും. നമുക്കിതിലേക്ക് കുറച്ച് വൈൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാർബിക്യൂ മട്ടൻ ഏകദേശം ഒരു അര ഭാഗം കുക്കായിട്ടുണ്ട്, ഹാഫ്. ഇനിയും കെടുക്കുകയാണ്. കുറച്ചുകൂടി സമയം നമുക്ക് എത്രയുടെ നേരം ഇനി കുക്കാവണം. കാരണം കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ബാർബിക്യൂ ആയതുകൊണ്ട്, ഫുൾ മട്ടൻ ആയതുകൊണ്ട് സമയമെടുക്കും. അപ്പോൾ നമ്മുടെ വൈൻ കുറച്ച് നമുക്ക് നമ്മുടെ കനലിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്മോക്കോടെയും വരും. ആ സ്മോക്ക് നമ്മുടെ മട്ടന് കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും. ഇതാ ഇതുപോലെ. നമുക്കിത് കുറച്ചുകൂടെ കനലിട്ട് കൊടുക്കാം. കനൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കനൽ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കരി ഈ സൈഡിലും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാർബിക്യൂ മട്ടൻ അടിപൊളിയായിട്ട് തയ്യാറായി കഴിഞ്ഞു. വെൽ ഡൺ ആയിട്ടുണ്ട്. കുറച്ച് നേരം എടുത്തു, പക്ഷേ സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. സൂപ്പർ സ്മെല്ലാണ്, നല്ല ഫ്ലേവറാണ്. കാരണം ബാർബിക്യൂൻ്റെ അടിയിലേക്ക് അതിൻ്റെ ഡ്രിപ്പിംഗ് പാറ്റൊക്കെ വേണ്ടിയിട്ട് ആ സ്മെല്ലൊക്കെ വന്ന് നല്ല അടിപൊളിയാണ്, നല്ല ഫ്ലേവറാണ്. നമുക്കിത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി നമുക്കൊരു വാഴയിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് ബട്ടർ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
പുറത്ത് കൊണ്ടുപോയി ബാർബിക്യൂ ചെയ്ത നമ്മുടെ മട്ടൻ നമ്മുടെ കിച്ചണിലേക്ക് ഗുഡ്വില്ലിൻ്റെ കിച്ചണിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പർപ്പസിന് വേണ്ടി എത്തിച്ചതാണ്. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ മറക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക്